ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. പറയൂ. ഇന്നലെ മമ്മൂക്കല്ലായിരുന്നു, ലാലേട്ടൻ ഇങ്ങോട്ടാ സൈഡ് ചെരുവ് സ്റ്റൈല്. ഹെഡ് ചിലപ്പോ അത് പരാജയത്തിന്റെ കാരണമാവാം അല്ലേ? ഇങ്ങോട്ടൊരു ചെരുവ് വന്നതാ സത്യം. ഇങ്ങോട്ട് തന്നെയാണല്ലോ മൊത്തത്തിൽ ചെരിഞ്ഞ് കിടക്കുന്നത്. അവിടെ തന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ. ഫസ്റ്റ് വൺ, മരകഥ നാണയം 2. 2023 ഇതിൻ്റെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തതാണ്. 2017 വന്ന സിനിമയാണ്. നല്ല ഗംഭീര അഭിപ്രായം നേടിയ സിനിമയാണ്. നല്ല സിനിമയാണ്, ഒരു വെറൈറ്റി സാധനമാണ്. ഓക്കെ, ഇതിൻ്റെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിട്ട് ഇത്രയും കാലം കാത്തിരുന്നു. എന്തായാലും ഇപ്പോൾ സ്ക്രിപ്റ്റ് ലോക്കാക്കിയിട്ടുണ്ട്. നിക്കി ഗിൽറാഡിക്കും ആദിക്കും സ്ക്രിപ്റ്റ് കൈമാറിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ശരവണനാണ് കേട്ടോ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം രണ്ടാം ഭാഗം എന്താവോ? ഫസ്റ്റത്തേലും നിക്കി ഗിൽറാണിയൊക്കെ മരിച്ചല്ലേ, ഇനി എണീപ്പിച്ചോണ്ട് വരുമോ വീണ്ടും? ഉറപ്പല്ലേ? അല്ലെങ്കിൽ നായിക ആടെ കയ്യിൽ സ്ക്രിപ്റ്റ് കൊടുക്കൂലല്ലോ. സത്യം. കണ്ണപ്പ ഒരു ചെരുവ് ഇച്ചിരി കൂടുതൽ ചെരിഞ്ഞോട്ടെ. അത് തോൽവിക്കുള്ള ചെരുവായിരുന്നില്ലല്ലേ? നോക്കാം നമുക്ക്. എന്താണെങ്കിലും മുംബൈയില് പ്രസ് മീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ടീസർ വരുന്നുണ്ട് മാർച്ച് 1-ാം തീയതി, അതായത് നാളെ. അതെ, ഓക്കെ. സംഭവം പുതിയ ടീസറാണോ അതോ വന്ന ടീസറാണോ അറിഞ്ഞൂടാ. ഇതാവാനാ ചാൻസ്. ആദ്യം വന്നതിനകത്ത് ഇവരെ ഒന്നും നമുക്ക് കാണിച്ചിട്ടില്ലായിരുന്നു. ഈ ക്യാരക്ടേഴ്സിന്റെ റിവീലിംഗ് ഒന്നും നടന്നിട്ടില്ല. അതിനുശേഷമാണ് നടന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇവരെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ടീസർ ആയിരിക്കാം. അതായത് ലാലേട്ടനെ കുറച്ച് ചെറുതായിട്ടൊന്ന് കാണിച്ചു. അക്ഷയ്കുമാറിനെ കാണിച്ചായിരുന്നു, പ്രഭാസിനെ കാണിച്ചിട്ടില്ല. മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതെ, അപ്പൊ അങ്ങനത്തെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ടീസർ ആയിരിക്കാം. ഗംഭീര ടീസർ ആവും. പിന്നെന്താ, പ്രതീക്ഷിക്കാം. നമ്മുടെ കിരാതനെ കാണണം, അതാണ് കാത്തിരിക്കുന്നത് അല്ലേ? കിരാത സെറ്റായാ മതി. ഇത് മാത്രമേ പ്രാർത്ഥനകൾ, വേറെ എന്തോ ആയിക്കോട്ടെ. അതായത് ട്രോൾ ആവരുത്, അതാണ്. ഇതാകെ പഞ്ചറല്ല അളിയാ. എന്നും ഇവിടെ കിഴി എടുക്കാൻ നേരത്ത് മാറ്റണം അറിയും. ഇത് രാവിലെ എഴുതുമ്പോ കിടക്കട്ടെ, അതാണ് ഇതിന്റെ സത്യാവസ്ഥ. കിട്ടി എന്റെ പൊന്നെ. SSMB 29 ഇത്രയും വലിയ കിഴിയാണോ ഇത്? വെറുതെ അല്ല ചുറ്റി പണഞ്ഞു കിടക്കുന്നത്. ഇത്രയും വലിയ കിഴിയായിട്ടാണ് ഇങ്ങനെ കീറി പറഞ്ഞു കിടക്കുന്നത്. SSMB 29 സിനിമയുടെ മഹേഷ് ബാബുവിന്റെ ലുക്ക്, അത് വർക്കൗട്ട് ചെയ്യുന്നിടത്തുനിന്നുള്ള ഇത് ലീക്കായതാണ്. ഇതായിരിക്കും ആ ഒരു ലുക്ക്. ഫുള്ള് തലമുടിയൊക്കെ വളർത്തി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ കൃഷ്ണന്റെ ഡ്രസ്സും കൂടി ഇടിപ്പിച്ചു കൊടുത്താണല്ലോ. ശ്രീകൃഷ്ണ അല്ലെന്ന് പറയൂല അല്ലേ? ലോകത്തിൽ, ഈ വിശ്വത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ഫേസ് എനിക്ക് തോന്നുന്നില്ല വേറൊരു എവിടെ. അടുത്തത് ആഭ്യന്തര കുറ്റവാളി സിനിമയുടെ ടീസർ ഇന്ന് 6 മണിക്ക് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ്. എന്തായാലും ഒരു വെറൈറ്റി ഫസ്റ്റ് ലുക്ക് ആയിരുന്നു അവർ പുറത്തുവിട്ടത്. വെറൈറ്റി ടീസറും വെറൈറ്റി തന്നെ ആയിരിക്കും. പിന്നെന്താ. ഓക്കെ, അടുത്ത കീഴ് ഗുഡ് ബാഡ് അഗ്ലി. അടിപൊളി. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് വൈകിട്ട് 7:05 വരും. ഓക്കെ, സന്തോഷം. 6 മണിക്ക് ഒന്ന്, 7 മണിക്ക് ഒന്ന്. ഇന്ന് പണി കൂടുതലാ, റെസ്റ്റ് ഒന്നുമില്ല, ഒരു രക്ഷയില്ലോ. ഓക്കെ, ഇന്നലെ ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. ഓടുമായിരുന്നു 5 വീഡിയോ. മനുഷ്യന് വന്ന് ഇരിക്കാനുള്ള സമയം കിട്ടണ്ടേ. അടുത്തത് MMMN. ഡൽഹി ഷെഡ്യൂള് തീർന്നിട്ടുണ്ട്. ഞാൻ ഉൾക്കൊള്ളുന്നു. 2 ആയിട്ടുള്ളൂ. എങ്ങോട്ടാണ് ഈ റൂട്ട്? എന്താ കോയിൻ വന്ന വരവ് കണ്ടാ മനസ്സിലാക്കി കൂടെ ഇങ്ങോട്ടായിരിക്കും എന്നുള്ളത്. ആയിക്കോട്ടെ, എന്താ കാര്യം? ഡൽഹി ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ, അടുത്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് സിനിമയുടെ OTT റിലീസ് ഡേറ്റ് ഏതാണ്ട് വന്നിട്ടുണ്ട്. മാർച്ച് 7 മിക്കവാറും OTT വരിക, ആമസോൺ പ്രൈമിൽ. മാർച്ച് 7 നോക്കാം. ഓക്കെ, ഗൗതം മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണ്. മമ്മൂക്കയായിരുന്നു നായകൻ. ഗോകുൽ സുരേഷും ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് രാജാ സാബ്. സിനിമേന്റെ ഇതുവരെയുള്ള ഡ്യൂറേഷൻ എത്രയാണെന്ന് അറിയോ? 3 മണിക്കൂർ 45 മിനിറ്റും. ഇനി ഒരു സോങ് കൂടി ഷൂട്ട് ചെയ്യാനുണ്ട്. ബാക്കിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ
മറ്റേ സെൻസറിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 10 ഇതെന്തായാലും ഫസ്റ്റ് കട്ട് പോലും ശരിയായ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. വിചാരിക്കാം. എന്തായാലും 3:45 ഒരു 3 മണിക്കൂറൊക്കെ ഉള്ളിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായും വലിയ തെറ്റില്ല. വലിയ മാറ്റമൊന്നും വരാൻ പോണില്ല, ചെറിയൊരു മാറ്റം വരുള്ളൂ. ഓക്കെ, അടുത്ത കിഴി റെട്രോ സിനിമയുടെ തെലുങ്ക് റൈറ്റ്സ് സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്യുന്ന സൂര്യ മൂവി മെയ് 1 കേട്ടോ റിലീസ്. മെയ് 1 അടുത്തു അല്ലേ? മാർച്ച് ഏപ്രിൽ മെയ് 3 മാസം 2 മാസമുണ്ട്. 2 മാസം അതല്ലേ സൂര്യയുടെ ഒരു അടുത്ത സിനിമ അങ്ങനെ ഈ ഇത്ര സ്പീഡിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സത്യം. വർഷത്തിൽ ഇപ്പൊ ശരിയാ വലിയ ഗ്യാപ്പ് ഒന്നും ആയിട്ടില്ലല്ലേ, 4 മാസത്തെ ഗ്യാപ്പ്. മറ്റേത് ഒരു ഈറ്റിയോ എന്താണ് എതിർക്കും ദുരിതം, അത് കിട്ടാൻ എത്ര കാത്തിരുന്നു സത്യം ഒരു തിയേറ്റർ റിലീസിന്. അടുത്തത് ജയിലർ 2. കോയിനെന്തിയോ എടുക്കുമ്പോ ഒരു സന്തോഷം തോന്നാ, കോയിനിലേക്ക് കൂടെ. എന്താണോ ഇന്ന് വെള്ളിയാഴ്ച, അതാണ്. എന്താണെങ്കിലും സിനിമേന്റെ, അതായത് ഡോക്ടർ ശിവരാജ് കുമാർ സിനിമയിലുണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് നെൽസനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, മെയ്യിൻ്റെ ഉള്ളിൽ, ഈ മെയ് മാസത്തിനുള്ളിൽ ആളുടെ പോർഷൻസ് തീർക്കണമെന്ന്. ഓക്കെ, അപ്പം ആളുടെ നമുക്കറിയാം ചെറിയ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഇടയിലൂടെ ചിലപ്പോൾ ഇത് തീർക്കാനായിരിക്കും. എത്ര ദിവസത്തെ 15 ദിവസത്തെ കണ്ടാണ് കോൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ മാത്യു ഉണ്ടാവും. മാത്യു ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അടുത്തത് ലൂസിഫർ. നീള ലാലേട്ടനെ പിടിച്ചോണ്ട് വന്നത് പിന്നല്ല. ലൂസിഫർ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ലൂസിഫർ റിലീസിന് ഒരുങ്ങുന്നു. മാർച്ച് 20 സിനിമ തിയേറ്ററിലേക്ക് വീണ്ടും വരികയാണ്. മാർച്ച് 27 എമ്പുരാൻ വരുന്നുണ്ട്. അതിന് മുൻപായിട്ട് നമ്മൾ ഇതൊന്ന് ആഘോഷിക്കും. 7 ദിവസം മുന്നേ ഫസ്റ്റ് ഫ്രാഞ്ചൈസി വരും, സെക്കൻഡ് ഫ്രാഞ്ചൈസി 7 ദിവസം കഴിഞ്ഞിട്ട് പോണ്ടേന്നോ? ചോദ്യമാണോ അല്ലേ? അങ്ങനെയൊക്കെ ചോദിക്കാവോ? തിയേറ്ററിൽ ഒന്നുകൂടി കാണേണ്ട മുതലല്ലേടാ അത്. അടുത്തത് സെക്കൻഡ് ഫ്രാഞ്ചൈസി എമ്പുരാൻ. 4 സമാധാനമുണ്ട്. സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഉടൻ തന്നെ വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സെൻസറിങ് നടക്കാൻ പോവാണ് നാളെ മാർച്ച് 1. അടുത്ത ആഴ്ച അറിയാൻ പറ്റും കേട്ടോ ഫസ്റ്റ് ഷോ എപ്പോഴാണെന്നുള്ളത്. അതുകൂടി അങ്ങ് അറിഞ്ഞിട്ട് വേണം ഇവിടെ ത്രില്ലടിച്ചിരിക്കാൻ. എന്തായാലും അല്ല കുറവില്ല, പക്ഷെ ആ ഒരു ടൈം അറിയുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, സിനിമ റിലീസ് ചെയ്യുന്ന സമയം. പിന്നെ അതാണ് കാത്തിരിപ്പിന്റെ ഒരു എന്തായാലും എംബ്രാൻ സിനിമയുടെ സെൻസർ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ അപ്പൊ പുറത്തു വരുമോ? നാളെ ഉണ്ടാവും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാവും. ശരി, ഓക്കെ. എന്തായാലും ഒഫീഷ്യൽ ട്രailer വരാനുണ്ട്. ഫസ്റ്റ് സിംഗിൾ വരുന്നുണ്ട് കേട്ടോ എംബ്രാന്റെ. ഫസ്റ്റ് സിംഗിൾ വരുന്നത് ആദ്യം പറഞ്ഞു, ഫസ്റ്റ് സിംഗിൾ വരുന്നുണ്ട്, ഉടനടി വരും. അതിന്റെ ഇടയ്ക്ക് ഒരു ഇത് വന്നില്ലായിരുന്നോ, സോങ് റിലീസായത് ഇന്ദ്രജിത് സുകുമാറിന്റെ കുട്ടി പാടിയ ഇംഗ്ലീഷ് സോങ്? അത് ടീസറിലല്ലേ? അത് തന്നെ, അത് സെപ്പറേറ്റ് പിന്നെ സോങ് ആയിട്ട് പുറത്തു വന്നായിരുന്നു. അതിന് ശേഷം ടീസർ വന്നതിന് ശേഷം ആ സോങ് മാത്രം സെപ്പറേറ്റ് വന്നായിരുന്നു. ഓക്കെ, അടുത്ത കിഴി നിവിൻ പോളി, കുട്ടിലാലേട്ടൻ. എൻ്റെ മോനെ, നിവിൻ പോളിന്റെ ലുക്ക് ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. കണ്ടു, ധരിച്ചു, സംതൃപ്തിയായി. സത്യം എന്തൊരു ലുക്കാണ്! ഇതല്ലേ നമ്മൾ ആഗ്രഹിച്ചത്? ഇതൊക്കെ നേരത്തെ ചെയ്യണ്ടായിരുന്നോ മുത്തേ? ഇനി എന്തായാലും ഇനി ഒരു തിരിച്ചുപോക്കില്ല. അതാണ് അത് ഉള്ളിലിങ്ങനെ എഴുതിയിട്ട് ഒപ്പിട്ടിട്ടാണ് ആൾ ഇറങ്ങിയത്. അത് ശരിക്കും മനസ്സിലായി ആൾക്ക്. എന്തായാലും ഗുണം ചെയ്തു അല്ലേ? വിമർശനത്തിനുള്ള ഗുണം ചെയ്തു. അത് ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാരും വിമർശിച്ചത്, ഇഷ്ടം കൊണ്ടാണ്. അതെ, ചില വിമർശനങ്ങള് അത് ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അതിനെതിരെ നിന്ന് കഴിഞ്ഞാൽ അവിടെ നശിച്ചു നിന്നേനെ. അതെ, ഇപ്പൊ കണ്ടോ എന്തൊരു പെട്ടെന്നാണ് വീണ്ടും. അതായത് ഒരു സിനിമ ഇനി വന്നിട്ട് അത് ഹിറ്റായിട്ട് വേണം അല്ലേ? ശരിക്കും കംബാക്ക് അപ്പോഴാണ്. ശരിക്കും കംബാക്ക് അങ്ങനെയാണ്. പക്ഷെ നിവിൻ പോളിന്റെ ഒന്നും കാര്യത്തിൽ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. അതായത് ആ രൂപത്തിൽ നിന്ന് മാറി വന്നപ്പോ തന്നെ ആളിപ്പോ സിനിമ കഴിഞ്ഞ ഒരു ഹിറ്റ് അടിച്ച് നിൽക്കുന്ന പോലെയാണ്. അത്രയ്ക്ക് ട്രെൻഡാണ്.
ഒന്ന് ചിന്തിച്ചു നോക്കണം. അതായത് മുൻനിര താരങ്ങളുണ്ടല്ലോ കട്ടക്ക് നിൽക്കുന്ന ടയർ 1 ആ ലെവലില്, അതായത് കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കി, അതായത് ലുക്ക് കൊണ്ട് അപ്പോഴേ ആ ലെവലിൽ സംസാരിക്കുന്നു, ആ രീതിയിൽ ആഘോഷിക്കുന്നു. ഇനി ഒരു സിനിമയും കൂടി വന്നാൽ അതെ നോക്കേണ്ടി വരില്ല. വർഷങ്ങൾക്ക് ശേഷം എന്താ ഹിറ്റായിരുന്നു, പക്ഷെ ആരുടെ സിനിമ ആയിരുന്നില്ലല്ലോ അത്. അതെ, ജസ്റ്റ് ഒരു കാമിയോ ആയിരുന്നല്ലേ. അടുത്തത് അജയ് വാസുദേവൻ ഹനീഫ് അദേനി മൂവി. ഹനീഫ് അദേനിന്റെ സ്ക്രിപ്റ്റിൽ അജയ് വാസുദേവന്റെ ഡയറക്ഷനിൽ സിനിമ വരുന്നു. ഓക്കെ, റോയൽ സിനിമാസിന്റെ ബാനറിൽ CH മുഹമ്മദ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ അജയ് വാസുദേവന്റെ മറ്റൊരു സിനിമ ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റില് ഉണ്ണിമൂന്ന് സിനിമ അല്ലേ, അത് അതിന്റെ പ്രൊഡക്ഷൻ ടീമൊക്കെ വേറെയാണ്. ഇതിൽ നടൻ ആരാന്ന് അറിഞ്ഞൂടോ. ഇതെന്താണെങ്കിലും അജയ് വാസുദേവന് സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് ഹനീഫ് അദേനിയാണ്. നോക്കാം. ഹനീഫ് അദേനി ബോളിവുഡിൽ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് കരൺ ജോഹറിന്റെ കൂടെ. ഭയങ്കര തിരക്കാ, മൊത്തത്തിൽ ബിസിയാണ്. അടുത്തത് ഹൃദയപൂർവ്വം. മോശമൊന്നുമില്ല. 4-2 കിഴി പെട്ടെന്ന് തീർന്നാ മതിയായിരുന്നു. ലാലേട്ടൻ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഹൃദയപൂർവ്വം സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഹൃദയസ്പർശിയായിരുന്നു കേട്ടോ. അതെ, നമ്മുടെ വിജയനും ദാസനും വിജയനും എങ്ങനെ വേണമെങ്കിലും പറയാം. ഇത് ഇവരെ കാണുമ്പം ചില സ്ഥലത്തൊക്കെ ഇത് വന്നു, ഈ ഒരു ഫോട്ടോ വന്നതിന് ശേഷം പഴയ നാടോടിക്കാരിലെ സീനിന്റെ ഒരു പിക്കൊക്കെ ഇട്ടിട്ട് അത് കാണുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു വിങ്ങലാട്ടോ ഉള്ളില്. സത്യം, അന്നത്തെ അവരുടെ ഒരു കോംബോ ഇന്ന് എങ്ങനെ പറയാന്നറിയില്ല, അത്രയ്ക്കും വിഷമം തോന്നും കാണുമ്പോൾ. എന്തായിരുന്നു ഇവർ രണ്ടുപേരും മലയാള സിനിമയ്ക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിങ്ങനെ ശരിക്കും നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഭയങ്കരമായിട്ട് എനിക്ക് ചിരിച്ചു മരിച്ചിട്ടുള്ളത് ഇവരുടെ സിനിമകൾ കണ്ടിട്ടായിരുന്നു. നന്നായി ചിരിക്കണമെങ്കിൽ ഇപ്പോഴും സത്യം കാണണം. എന്തായാലും കൊടൂരം. എന്തായാലും കൊണ്ടുവന്നല്ലോ, അതന്നെ സന്തോഷം അല്ലേ. കുറച്ച് സീനെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു സിനിമയിൽ. എന്തായാലും ലൊക്കേഷൻ സ്റ്റില്ലായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ അല്ലേ. സംഗീത് പ്രതാപും ഒരുമിച്ചിട്ടുണ്ടല്ലോ, മിക്കവാറും ഒരു സീനിന് ഒരു പ്രതീക്ഷിക്കാം അല്ലേ. എന്തായാലും ലാലേട്ടനും മമ്മൂക്കിയൊക്കെ ശ്രീനിവാസനെ കെയർ ചെയ്യുന്ന രീതിയിൽ അവർക്ക് കൊടുക്കുന്ന ഇപ്പോഴുള്ള ബഹുമാനം പറയുമ്പോ ആളുടെ ഏജ് കൂടിയതിന്റെ ഒക്കെ പ്രശ്നങ്ങള് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ വിളിച്ചു പറയാറുണ്ട്. പിന്നെ അതൊന്നും ഒരു കാര്യമാക്കുന്നില്ല. അത് അവർക്ക് ആളെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ്. ആൾക്ക് സുഖമില്ലാതിരിക്കുകയാണ്, ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നു, അതൊന്നും അവരെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ബന്ധം ഇപ്പോഴും ഇങ്ങനെ നിന്ന് പോകുന്നത്. അത് മൈൻഡ് ചെയ്യാൻ പോയാൽ കഴിഞ്ഞില്ലേ, തിരിച്ചൊരു മറുപടി പറഞ്ഞാൽ തീർന്നു. അതങ്ങനെ പറയാണ്ട് പോകുന്നത് തന്നെ ഭയങ്കര മൈൻഡ് ചെയ്തത് വിഷയാക്കി കഴിഞ്ഞാൽ, അതായത് ആ ആരോഗ്യസ്ഥിതിയിലേക്ക് അവരെത്തി. പിന്നെ അതാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ആരോഗ്യം അല്ലല്ലോ അത്, ആ ചിന്താഗതി അത് പ്രശ്നമാക്കി എടുക്കുന്നത്. അടുത്തത് കൂലി. ഇതിൽ മോഹൻലാലൊന്നും ഇല്ലല്ലോ അല്ലേ. ചെറിയൊരു കാമിയ വേണമെങ്കിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. ഏതാണെങ്കിലും സുന്ദീപ് കിഷൻ സിനിമയിലുണ്ടെന്നൊക്കെ ഉള്ള റൂമറുകൾ ഭയങ്കരമായിട്ട് വന്നു. ഇത് ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ഞാൻ ലൊക്കേഷനിൽ തലൈവരെ കാണാൻ വേണ്ടി പോയതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ആള് ഇതിന്റെ 45 മിനിറ്റ് സിനിമ കണ്ടു എന്നാണ് പറഞ്ഞത്. ഇത് ഫസ്റ്റത്തെ 1000 കോടി ആയിരിക്കും എന്ന് പറയുന്നത് തമിഴില്. കണ്ടിട്ട് ഞെട്ടിപ്പോയി പറഞ്ഞത്. ആള് വാചാലനാവുകയാണ് ശരിക്കും. രജനീകാന്തിന്റെ ഒരു വിൽ പവർ വെച്ചിട്ട് 1000 കോടിക്കുള്ള മുതലുണ്ടാവും. പക്ഷെ അതിനുള്ള സാധനം കൂടെ ഒരിക്കലും. പിന്നെ ഈ സിനിമയുടെ കാസ്റ്റിങ്ങോ, ലോകേഷ് രജനീകാന്ത് ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ഒരുമിക്കുന്ന സിനിമ. അതെ, ഇത് തന്നെ ശരിക്കും 1000-നുള്ളത് ഉണ്ട്. അതായത് ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ, ഇത്രയും ഹൈപ്പ് അല്ലാതെ തന്നെ പല സിനിമയും 1000-ന്റെ അടുത്ത് എത്താൻ ഒരു ത്വര കാണിച്ചിട്ടുള്ളത് രജനീകാന്തിന്റെ സിനിമകളാണ്. തീർച്ചയായിട്ടും. അതായത് 600 കോടിയൊക്കെ നേടിയിട്ടുണ്ടല്ലോ. എന്തിരൻ 2 അല്ലേ. ജയിലർ അതിന് കൂടുതലല്ലായിരുന്നോ? ജയിലർ അതിന് താഴെയല്ലേ ആണെന്നോ? എന്തിന്റെ കൂടുതലാന്ന് എനിക്ക് ആളുടെ ഏറ്റവും കൂടുതൽ ഏതാണ്? ജയിലർ അല്ലേ? ജയിലർ അല്ല. ആണോ? ജയിലർ 2 ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ. ജയിലർ ആണോ എന്ന് ഒരു സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു 800-ന്റെ അടുത്തിന്റെ, അതായത് തട്ടി എന്നുള്ള ലെവലിൽ നിൽക്കുന്നത് നമ്മുടെ ഇല്ല വന്നിട്ടില്ല. അതല്ല 800 അടിക്കുന്ന ആദ്യത്തെ സിനിമ ആവാനേ. അല്ല, അതിലേക്ക് എത്തിയിട്ടില്ല. എന്തിനും അത്ര എത്തിയിട്ടില്ല. എന്തിനെത്തിയില്ലല്ലേ? എന്തിനും 2 ഞാൻ പറയുന്നത്, എന്തിനല്ല. ഇല്ല, എന്തിനും 2 അത്രയും വന്നിട്ടില്ല. 600 എത്തിയില്ലേ?
600 കയറിയേക്കുന്ന ഇതല്ലേ ഉള്ളൂ, ജയിലർ അല്ലേ ഉള്ളൂ. എന്താ അറിഞ്ഞൂടാട്ടോ, കറക്റ്റ് ഓർമ്മയില്ല അതുകൊണ്ട്. കിട്ടുന്നില്ല. അപ്പോൾ അതറിയിക്കട്ടെ. എന്തായാലും ആ ലെവലിൽ എത്തിയിട്ടുള്ളത് രജനീകാന്ത് മാത്രമാണ്. അതിന് താഴെ നിൽക്കുന്നത് രജനീകാന്തിന്റെ സിനിമ തന്നെയാണ്. അത് ജയിലർ അല്ലെങ്കിൽ എന്തിരൻ 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ടാവാം. എന്തായാലും അപ്പോൾ 1000 കോടി തൊടാനുള്ള പൊട്ടൻഷ്യൽ സ്വന്തമായിട്ട് ആർക്കുണ്ട്? രജനീകാന്തിനുണ്ട്. അപ്പോൾ അതിലേക്ക് ആമിർ ഖാൻ വരുന്നു, ബോളിവുഡിന്റെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് സെറ്റ്. അതായത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയിലെ നായകൻ 2000 കോടിന്റെ മുതല്. അതെ. പിന്നെ ഇപ്പുറത്തുനിന്ന് നമ്മുടെ നാഗാർജുന വരുന്നുണ്ട്, തെലുങ്കിൽ നിന്ന്. തെലുങ്ക് ആ ഒരു ഏരിയ പിടിക്കാൻ വേണ്ടി. പിന്നെ കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര വരുന്നുണ്ട്. കർണാടക മൊത്തം അതങ്ങ് തൂക്കും. പിന്നെ ആൾറെഡി തലയോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, അതിൻ്റെത് ആൾറെഡി ഉണ്ട്. ലോകേഷും കൂടി ചേരുന്നത്. പിന്നെ അതിലേക്ക് നമ്മുടെ മലയാളത്തിൽ നിന്ന് ദയാളുണ്ട്, അതായത് സൗബിൻ. അത് വേറെ, അതൊരു ശരിയാണല്ലോ. പിന്നെന്താന്നറിയോ, ഈ ഒരു ഇതേപോലെ തന്നെ ഈ ലോകേഷിന്റെ ഫാൻസ് ഉണ്ട്. രജനീകാന്ത് മറ്റുള്ളവരൊക്കെ പോലെ തന്നെ ലോകേഷ് ഫാൻസ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഉണ്ട്. ആളുടെ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുടെ കട്ട ഫാൻസ് ഉണ്ട്. ശരിക്കും എൽസിയുടെ ഭാഗം കൂടി ആയിരുന്നെങ്കിൽ 1000 സിമ്പിളായിട്ട്. ഇത് എൽസിയിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ടെന്ന് കാണും. ഇല്ല ലോകേഷൻ കാണും വെറുതെ ഒന്ന് പറഞ്ഞു വെച്ചിട്ട് ഒരു ചെറിയൊരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് എവിടെ എത്തിയേനെ ഇപ്പൊ തന്നെ. എന്റെ പൊന്നോ. എന്താണെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും സിനിമ റിലീസിന് എത്തുന്നതെന്നാണ് കേൾക്കുന്നത്. ഓഗസ്റ്റ് അല്ലെങ്കിൽ ദീപാവലി. അപ്പം എന്തായാലും കാത്തിരിക്കാം. എന്തായാലും ഇതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൂജ ഹെഗ്ഡെയുടെ ഐറ്റം സോങ് ഒക്കെയാണ്. 2 ആഴ്ചക്കുള്ളിൽ ഇതിന്റെ ടീസർ വരും കേട്ടോ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാത്തിരിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഹെവി എപ്പിസോഡ് ഞാൻ ജയിച്ചിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, 4-2 ജയിച്ചിരിക്കുന്നത് കേട്ടോ. അല്ല ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.